ആ തങ്ക തിരുമുറിവുകളുടെ ഉള്ളിൽ അവൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, എനിക്കൊരു രക്ഷയുണ്ടെങ്കിൽ അത് ഇവനിൽ കൂടി മാത്രമാ. ഹല്ലേലൂയ. എനിക്കൊരു രക്ഷയുണ്ടെങ്കിൽ അത് ഇവനിൽ കൂടി മാത്രമാ. അവന്റെ ക്രൂശിനെ വിളിക്കുന്ന പേരെന്നറിയാമോ? ക്രോസ് ഓഫ് റിപ്പന്റൻസ്, മാനസാന്തരത്തിന്റെ കുരിശ്. അപ്പൊ ഒരേ സമയം നെഗ്ലക്ട് ചെയ്യുന്നു. അത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു അവസ്ഥയാ. ക്രൂശിൽ ആരംഭിച്ചതാ. ഒരേ വശത്ത് നെഗ്ലക്ട് ചെയ്യുന്നു, മറ്റൊരു വശത്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ നടുവിൽ ലോകരക്ഷകൻ. ഞാനൊരു കാര്യം തുറന്നു പറയാം. അന്ന് അവിടെ കിടന്ന് ആ സന്ധ്യ മയങ്ങുന്ന സമയം ഉള്ളു തുറന്ന് യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തവന് അന്ന് രാത്രി സ്വർഗം കൊടുത്ത ഓഫറിന്റെ പേരാ പാരഡൈസ്. ഞാൻ നിനക്ക് പറുദീസയിൽ ഇടമൊരുക്കാൻ പദ്ധതിയിട്ടിരിക്കുക. പാരഡൈസ് എന്നുള്ള പദം ഒരു പേർഷ്യൻ വേർഡാ. ലാറ്റിനോ, ഹീബ്രുവോ, ഗ്രീക്കോ ഒന്നുമല്ല. പാരഡൈസ് ഒരു പേർഷ്യൻ വേർഡാ. എന്താ വേർഡിന്റെ പ്രത്യേകത? പണ്ട് കാലത്ത് പേർഷ്യയിലുള്ള സുൽത്താൻമാർ ഒരു കൊട്ടാരം ഇഷ്ടപ്പെട്ട് പണിയും. ഒത്തിരി കൊട്ടാരങ്ങൾ കാണും, എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു കൊട്ടാരം പണിയും. ഈ പണിയുന്ന കൊട്ടാരത്തോട് ചേർന്ന ഒരു ഗാർഡനും കൂടി പണിയും. ആ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ലോകത്തിലുള്ള സകല വിലപിടിപ്പുള്ള പുഷ്പങ്ങളും അവരവിടെ കൊണ്ടുവരും. സുൽത്താനല്ലേ, പണത്തിന് എന്താ കുറവ്? കപ്പലിൽ വേണമെങ്കിലും ഇറക്കും. ഒരു ഉദ്യാനം, ഒരു കാട് പോലെ, ഫോറസ്റ്റ് പോലെ മനോഹരമേറിയ വിധത്തിൽ കൊട്ടാരത്തോട് ചേർന്ന് അവർ പണിതുയർത്തും. സുൽത്താനാകുമ്പോൾ ഒത്തിരി വിസിറ്റേഴ്സ് വരും. എല്ലാവരെയും പലയിടത്ത് സ്വീകരിക്കും. ചിലരോട് പറയും ഇന്ന കൊട്ടാരത്തിൽ വാ, ചിലരോട് പറയും ഇവിടുത്തെ കൊട്ടാരത്തിൽ വാ, ചിലരോട് പറയും ഇത്ര കിലോമീറ്റർ ദൂരെയുള്ള കൊട്ടാരത്തിൽ വാ. അതാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. എന്നാൽ ചിലർ സുൽത്താനെ കാണാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സുൽത്താൻ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഞാൻ നിങ്ങളെ പാരഡൈസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. പാരഡൈസ് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് ഭയങ്കര ആവേശമാ. അവർ തുള്ളിച്ചാടും. കാരണം പാരഡൈസിൽ വെച്ച് സുൽത്താന്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, പ്രിയമുള്ള സ്ഥലം. അവിടെ വെച്ച് സുൽത്താൻ ഒരുവനെ കണ്ടുമുട്ടിയാൽ അവനെ പിന്നെ വെറും കൈയോടെ മടക്കത്തില്ല. മനസ്സിലായോ? സുൽത്താൻ അവനെ കാണുന്ന കൂട്ടത്തിൽ അവന് വിലപിടിപ്പുള്ള കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കും. അതിലൊരു സമ്മാനം മതി ജീവിതകാലം മുഴുവൻ അല്ലലില്ലാതെ ജീവിക്കുവാൻ. പെർഷ്യക്കാരുടെ ഇടയിൽ പാരഡൈസ് എന്നുള്ള പദത്തിന്റെ അർത്ഥവും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയും നല്ലതുപോലെ അറിയാം. ഇവൻ എന്നെയും കൂടി നീ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കാത്തതിനപ്പുറം ഒരു സ്ഥലം അന്ന് അവന് വേണ്ടി ഓഫർ ചെയ്ത് അവനെ മാറോടണച്ച് നിർത്തിയവന്റെ പേരാ